എൻ്റെ പേര് മേഘ. എൻ്റെ ഭർത്താവാണിത്. എൻ്റെ ഭർത്താവിൻ്റെ 2 കിഡ്നികളും തകരാറിലാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 9 മാസമായിട്ടുള്ളൂ. ഞങ്ങൾക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ഞങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളു. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ ഈ നാട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ ഇവിടെ എല്ലായിടത്തും അഖിലിന് വേണ്ടിയിട്ടുള്ള ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളാണ്. ഈ നാട്ടിലെ കുഞ്ഞു മക്കളടക്കം ഈ പ്രിയപ്പെട്ട സഹോദരന് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. എന്റെ പേര് അഖിൽ. ഇതെന്റെ ഭാര്യയാണ്. എന്റെ 2 വൃക്കകളും തകരാറിലാണ്. ഞങ്ങളുടെ കല്യാണം ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഒരു കിഡ്നി മാറ്റി വെക്കണമെന്നാണ്. ഈ നാടിന് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. നിങ്ങളെ കണ്ടതുപോലെ ഈ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് പ്രിയപ്പെട്ട അഖില്. 8 മാസമേ ആയിട്ടുള്ളൂ ആ ചെറുപ്പക്കാരന്റെ വിവാഹം കഴിഞ്ഞിട്ട്. ആ കുടുംബത്തിന്റെ, ആ സഹോദരിയുടെ, അമ്മയുടെ, അച്ഛന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അഖില്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും അഖിലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരാം. നമ്മളെ പോലെയൊക്കെ ഈ ഭൂമിയിൽ കുടുംബത്തോടൊപ്പം ചിരിച്ചും കളിച്ചും സന്തോഷത്തോടെ ജീവിക്കേണ്ട ഒരു ചെറുപ്പക്കാരൻ ഇന്ന് മാരകമായ കിഡ്നി രോഗം ബാധിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ളത് കൊടുത്തിട്ട് ആ ചെറുപ്പക്കാരനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ മകനാണ്. എൻ്റെ മകൻ്റെ ഭാര്യനിരിക്കുന്നു. അവർക്ക് എല്ലാം കഴിഞ്ഞ് 9 മാസമായിട്ട് കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ തൊട്ടാണ് എൻ്റെ മോൻ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളാകെ വിഷമം. ഞങ്ങളുടെ അമ്മാവൻ്റെ ജീവിതം, എൻ്റെ മോക്കളുടെ ജീവിതമാണ്. തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ വാർഡ് 6 താമസിക്കുന്ന അഖിൽ എന്ന് പറയുന്ന കേവലം 32 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലാണ് പ്രിയപ്പെട്ടവരെ 2 വൃക്കകളും തകരാറിലായി എത്രയും വേഗം വൃക്ക മാറ്റി വെക്കുവാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരു സങ്കടം എന്തെന്ന് നിങ്ങൾക്ക് അറിയോ? അഖിലിന്റെ വിവാഹം കഴിഞ്ഞിട്ട് 9 മാസമായിട്ടു. നിങ്ങൾ ഈ സഹോദരിയെ കണ്ടോ? അഖിലിന്റെ വിവാഹം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് അഖിലിന് ഇങ്ങനെ ഒരു വൃക്കരോഗമുണ്ട് എന്നുള്ളത് ഇവരറിയുന്നത്. പ്രിയപ്പെട്ടവരെ, എത്രയും വേഗം വൃക്ക മാറ്റിവെച്ചാലേ അഖിലിന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. 25 വയസ്സ് മാത്രമേ അഖിലിന്റെ ഭാര്യക്കുള്ളൂ. അവര് ജീവിച്ച് കൊതി തീർന്നില്ല എന്ന് ഈ വീഡിയോ തന്നെ നിങ്ങളോട് പറയുന്നുണ്ട്. ഈ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ചേർത്ത് പിടിക്കണം. ആരും കൈവെടിയരുത്. ഭീമമായ തുക വേണം പ്രിയപ്പെട്ടവരെ ഈ ഒരു സഹോദരന്റെ ചികിത്സക്കായി. ഞാൻ തൃക്കാക്കര നഗരസഭ വൈസ് ചെയർമാൻ, പേര് അബ്ദുൾ ഷാന. എൻ്റെ ഡിവിഷൻ എടച്ചിറ 9ാം ഡിവിഷനാണ്. ഇവിടെ എൻ്റെ തൊട്ടടുത്തുള്ള ഡിവിഷനാണ്.